നമ്മളെല്ലാവരും നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് പണം ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന പണം നമുക്ക് വേണ്ടി എപ്പോഴാണ് പണിയെടുക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ബാങ്ക് സേവിങ്സ് അക്കൗണ്ടിനേക്കാളും ചിട്ടികളെക്കാളും പെട്ടെന്ന് തന്നെ സമ്പത്ത് വളർത്താൻ സഹായിക്കുന്ന ഒന്നാണ് സ്റ്റോക്ക് മാർക്കറ്റ്. പലരും ഇതിനെ ഭാഗ്യപരീക്ഷണമായോ ചൂതാട്ടമായോ കാണുന്നവരുണ്ട്. എന്നാൽ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ ഇതിലും വലിയൊരു അവസരം വേറെയില്ല. അടുത്ത വീഡിയോയിൽ വളരെ ലളിതമായി തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. നമസ്കാരം, ഞാൻ നൗറസ്. വെൽക്കം ടു മൈ ചാനൽ ട്രേഡർ 5030. എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്? വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഉടമസ്ഥാവകാശം വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന ഒരു മാർക്കറ്റാണിത്. ഉദാഹരണത്തിന്, നിങ്ങളുടെ സുഹൃത്ത് ഒരു ചായക്കട തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് കരുതുക. അതിനായി ഒരു 10,000 രൂപ വേണം. സുഹൃത്തിന്റെ കയ്യിൽ 5,000 രൂപ മാത്രമേ ഉള്ളൂ. ബാക്കി തുകയ്ക്കായി നിങ്ങളെ സമീപിച്ച് എന്ന് കരുതുക. നിങ്ങൾ ആ 5,000 രൂപ നൽകി കഴിഞ്ഞാൽ ആ കടയിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന്റെ പകുതി നിങ്ങളുടേതാണ്. ഇവിടെ നിങ്ങൾ ആ കടയുടെ ഓഹരി ഉടമയായി മാറി. അതുപോലെ തന്നെ വലിയ കമ്പനികൾക്ക് അവരുടെ കമ്പനി വളർത്താൻ പണം ആവശ്യമായി വരുമ്പോൾ പൊതുജനങ്ങളിൽ നിന്ന് പണം സ്വീകരിക്കുകയും ആ കമ്പനിയുടെ ചെറിയൊരു ഷെയർ അവർക്ക് നൽകുകയും ചെയ്യുന്നു. സ്റ്റോക്ക് മാർക്കറ്റിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒരു കമ്പനിയുടെ ഉടമസ്ഥാവകാശത്തിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റിനാണ് നമ്മൾ ഓഹരി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓഹരികൾ വിൽക്കാനും വാങ്ങാനും സഹായിക്കുന്ന ഒരു സ്ഥലമാണ് ഓഹരി വിപണി അഥവാ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. പ്രധാനമായും ഇന്ത്യയിൽ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് ഉള്ളത്, NSE ആൻഡ് BSE. പ്രധാനമായും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് 2 തരത്തിലാണ് നിങ്ങൾക്ക് ലാഭം ലഭിക്കുന്നത്. നിങ്ങൾ 100 രൂപയ്ക്ക് വാങ്ങിയ ഒരു ഓഹരിയുടെ വില ഭാവിയിൽ 150 ആയി കഴിഞ്ഞാൽ അത് വിൽക്കുമ്പോൾ നിങ്ങൾക്ക് 50 രൂപ ലാഭം ലഭിക്കും. അതുപോലെ തന്നെ കമ്പനി ലാഭത്തിലാകുമ്പോൾ ആ ലാഭത്തിന്റെ ഒരു വിഹിതം ഓഹരി ഉടമകൾക്ക് പണമായി നൽകുന്നു. ഇതിനെയാണ് ഡിവിഡൻഡ് എന്ന് പറയുക. ഇനി ഇതെങ്ങനെ തുടങ്ങാമെന്ന് നോക്കാം. നേരിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് വാങ്ങാനായിട്ട് സാധിക്കില്ല. അതിനായി നമ്മൾ 3 കാര്യം ചെയ്യേണ്ടതുണ്ട്. ആദ്യമായി നമുക്ക് വേണ്ടത് ബാങ്ക് അക്കൗണ്ട് ആണ്. അത് പണം കൈമാറാൻ വേണ്ടി സഹായിക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമതായി ആവശ്യമായിട്ടുള്ളതാണ് ഡിമാറ്റ് അക്കൗണ്ട്. നമ്മൾ വാങ്ങുന്ന ഓഹരികൾ സൂക്ഷിച്ചു വെക്കുന്ന ഡിജിറ്റൽ ലോക്കറാണ് ഡിമാറ്റ് അക്കൗണ്ട്. അതുപോലെ തന്നെ ട്രേഡിംഗ് അക്കൗണ്ട്. ഓഹരികൾ വാങ്ങാനും വിൽക്കാനും ഉപയോഗിക്കുന്ന അക്കൗണ്ടിനെയാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓഹരി വിപണിയിൽ ലാഭം ഉള്ളതുപോലെ തന്നെ നഷ്ടം വരാനുള്ള സാധ്യതയും കൂടുതലാണ്. നമ്മളുടെ കയ്യിലുള്ള കമ്പനിയുടെ പ്രകടനം മോശമായി കഴിഞ്ഞാൽ ആ ഓഹരിയുടെ വില കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായി പഠിച്ചതിനു ശേഷം മാത്രം നിക്ഷേപിക്കുക.